ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോംപ്ലക്സ് വേരിയബിൾ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്തെ കോംപ്ലക്സ് വേരിയബിളും അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് നോക്കും, റെപ്രസെൻറ്റേഷൻ നോക്കും, പിന്നെ ബേസിക് ഓപ്പറേഷൻ, ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ, ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനും മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനും, ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ, അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പം ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. എ നമ്പർ ഓഫ് ദി ഫോം z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വെയർ എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഐ ഈസ് ദി ഇമാജിനറി നമ്പർ. ഒരു നമ്പറിനെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ കോംപ്ലക്സ് വേരിയബിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ എക്സും വൈ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്, ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി നമ്പറാണ്. ഐ എന്ന് പറഞ്ഞാൽ √-1 ഐ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം I² -1 ആണ്, I³ എന്ന് പറഞ്ഞാൽ -i ആണ്, I⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ എക്സ് വൈ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ വേറെ ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആറിൻ്റെയും തീറ്റയുടെ ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലുള്ള കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് എക്സ് പ്ലെയിനിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇപ്പോൾ ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x² + y²) അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് മോഡുലസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇസഡ് മോഡുലസ് ഈസ് ഈക്വൽ ടു √(x² + y²). അതുപോലെ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് y/x എടുത്താൽ മതി. പിന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് കുറച്ച് ഇക്വേഷൻസ് cos θ ഈസ് ഈക്വൽ ടു x/r, ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻറ്റ് സൈഡ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് cos θ ഈസ് ഈക്വൽ ടു x/r എടുക്കാം, sin θ ഈസ് ഈക്വൽ ടു y/r എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ z ഈസ് ഈക്വൽ ടു x + iy ആണ് നമുക്കറിയാം. അവിടെ നമുക്ക് ഈ എക്സിനും വൈക്കും നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r cos θ + ir sin θ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് r കോമൺ ആയിട്ട് എടുക്കുമ്പോൾ z ഈസ് ഈക്വൽ ടു r cos θ + i sin θ എന്ന് കിട്ടും. ഇതിനെ നമ്മൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് e⁻iθ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos θ + i sin θ ആണ്. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് z ഈസ് ഈക്വൽ ടു re⁻iθ എന്ന് കിട്ടും. ഇതിനെ നമ്മൾ മോഡുലസ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് iy. ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്, അതായത് ഈ ഒരു ഇസഡിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ z⁻ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് iy ആണ്. z⁻ വെച്ചിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവായി. അപ്പോൾ അതാണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് റെപ്രസെൻറ്റ് ചെയ്താൽ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് നോക്കാം. ഇവിടെ നമുക്ക് 4 ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച മോഡുലസും കോൺജുഗേറ്റും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതുപോലെ മോഡുലസ് ഓഫ് ദി കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു കോൺജുഗേറ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതുപോലെ നമുക്കിപ്പം ഒരു ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ z + z⁻/2 ചെയ്താൽ മതി. അതുപോലെ ഇമാജിനറി പാർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ z - z⁻/2i ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻ. ഫംഗ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ, അതായത് കോംപ്ലക്സ് വേരിയബിളിൻ്റെ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ റിയൽ വേരിയബിൾസ് ദെൻ z ഈസ് ഈക്വൽ ടു എക്സ് + iy ഈസ് കോൾഡ് കോംപ്ലക്സ് വേരിയബിൾ. അതായത് കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കോംപ്ലക്സ് വേരിയബിൾ എന്നാണ് പറയുന്നത്. ഇഫ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ z ഈസ് ഈക്വൽ ടു എക്സ് + iy ഇൻ എ ഗീവൺ റീജിയൻ R we have one or more values of w is equal to u plus iv, then w is called complex function of the complex variable z, which is denoted by w is equal to f of z is equal to u plus iv. അതായത് ഒരു റീജിയൻ ആർ എന്ന് പറഞ്ഞ ഒരു റീജിയനിൽ നമ്മളൊരു കോംപ്ലക്സ് വേരിയബിൾ z ഉണ്ടെന്ന് വിചാരിക്കുക. അതിലോട്ട് നമ്മളൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 or more വാല്യൂസ് ആയിട്ടുള്ള w കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കോംപ്ലക്സ് വേരിയബിൾ ഓഫ് ഇസഡിൻ്റെ കോംപ്ലക്സ് ഫംഗ്ഷനാണ് അതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബ്ല്യുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ w ഈസ് ഈക്വൽ ടു f of z ഈസ് ഈക്വൽ ടു u plus iv എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ യും വിയും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ 1 or more വാല്യൂസ് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1 വാല്യൂവിൻ്റെ എക്സാമ്പിളാണ് w ഈസ് ഈക്വൽ ടു 1/z. അതായത് ഇസഡിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് ഡബ്ല്യുവിന് ഒരു ആൻസറേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ w ഈസ് ഈക്വൽ ടു √z നമ്മൾ ഇസഡിന് എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് ഡബ്ല്യുവിന് മോർ വാല്യൂസ് കിട്ടും. അതായത് ഇപ്പം 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് -2 നമുക്ക് w ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ
മോർ വാല്യൂസും 1 വാല്യൂയുടെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ യു ആൻഡ് വി ഓഫ് ഡബ്ല്യു വേ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അതായത് ഇസഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് വേരിയബിളിലോട്ട് നമ്മൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിൽ നമുക്ക് യുവും വിയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം എഫ് ഓഫ് ഇസഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ എന്ന് കിട്ടും. അപ്പം ഈ ഐൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ വി, അതുപോലെ ബാക്കിയുള്ളതാണ് നമ്മുടെ യു. അപ്പം നമുക്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xy ആണ്. അപ്പോൾ നമുക്ക് യുവും വിയും കിട്ടി. അപ്പോൾ ഇവിടെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. അതായത് യുവും വിയും എക്സും വൈൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ വി യൂസ് എക്സ് വൈ പ്ലെയിൻ ഫോർ റെപ്രസെൻറ്റിങ് ഇസഡ് ആൻഡ് യു വി പ്ലെയിൻ ഫോർ ഡബ്ല്യു. അതായത് നമ്മൾ ഇസഡ് എക്സ് വൈ പ്ലെയിനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, യു വി പ്ലെയിനിലാണ് നമ്മൾ ഡബ്ല്യു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ w is equal to f of z is said to tend to a limit L as z approaches to a point z0. If for every real epsilon we can find a positive real delta such that modulus of f of z minus L is less than epsilon for modulus of z minus z0 is less than delta. അപ്പം നമുക്കിവിടെ രണ്ട് പ്ലെയിൻ എടുക്കാം, എക്സ് വൈ പ്ലെയിനും യു വി പ്ലെയിനും എടുക്കാം. ഇവിടെ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ നമ്മുടെ ഇസഡ് ആണ് നമ്മുടെ കോംപ്ലക്സ് വേരിയബിൾ, z0 ആണ് നമ്മുടെ ഇസഡിൻ്റെ ലിമിറ്റ്. അതുപോലെ നമ്മുടെ യു വി പ്ലെയിനിൽ എഫ് ഓഫ് ഇസഡ് ആണ് നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ, അതുപോലെ എൽ ആണ് നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റ്. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് സെഡ് ടു ടെൻ ടു ലിമിറ്റ് എൽ ആസ് ഇസഡ് അപ്രോച്ചസ് ടു പോയിന്റ് z0. ഇസഡ് z0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ഇസഡ് ലിമിറ്റ് ആയിട്ടുള്ള എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എവറി റിയൽ എപ്സിലോൺ വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് റിയൽ ഡെൽറ്റ സച്ച് ദാറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഇക്വേഷൻ. ഇവിടെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് റിയൽ വാല്യൂ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡിൻ്റെയും ലിമിറ്റ് ആയിട്ടുള്ള എല്ലിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രത്തോളം ചെറുതാണെന്ന് കാണിക്കാനുള്ള ഒരു പോസിറ്റീവ് റിയൽ വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലുള്ള പോസിറ്റീവ് റിയൽ വാല്യൂ ആണ് നമ്മുടെ ഡെൽറ്റ. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു z0 എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എൽ. അതായത് ഇസഡ് z0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇസഡ് ലിമിറ്റ് ആയിട്ടുള്ള എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. കണ്ടിന്യൂറ്റി ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ w ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഇസഡ് ഈസ് ഈക്വൽ ടു z0 ഇഫ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു z0 എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് z0. അതായത് z0 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ നമ്മുടെ ലിമിറ്റ് ഇസഡ് അപ്രോച്ചസ് ടു z0 എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് z0 ആകണം. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. ഇനി എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഇൻ എ റീജൻ ആർ ഓഫ് ഇസഡ് പ്ലെയിൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദാറ്റ് റീജൻ. അതായത് നമ്മൾ നേരത്തെ നോക്കിയ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു z0 എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നോക്കിയത്. ഇനി ഇവിടെ പറയുന്ന ഇസഡ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിനിൽ നമ്മുടെ ആർ എന്ന് പറഞ്ഞ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ നമ്മുടെ ആർ എന്ന് പറഞ്ഞ റീജിയനിലുള്ള എല്ലാ പോയിന്റിലും നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആകണം. അതായത് എല്ലാ പോയിന്റിലും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ആർ എന്ന് പറഞ്ഞ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആകത്തുള്ളൂ. പിന്നെ ഇൻ റിയൽ കാൽക്കുലസ് ഇസഡ് അപ്രോച്ചസ് ടു z0 ഓൺലി എലോങ് ലൈൻ വേറാസ് ഇസഡ് അപ്രോച്ചസ് ടു z0 ഫ്രം എനി ഡയറക്ഷൻ ഇൻ ദി ഇസഡ് പ്ലെയിൻ. റിയൽ കാൽക്കുലസിൽ x0യിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ലൈനിലൂടെയാണ്. അതായത് റിയൽ കാൽക്കുലസിൽ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എടുത്തിട്ടാണ്. പക്ഷേ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസ് എടുക്കുമ്പോൾ ഇസഡ് പ്ലെയിനിൽ z0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അതായത് നമ്മൾ കണ്ടിന്യൂറ്റി നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും ലിമിറ്റ് എടുക്കാം, ഏത് രീതി വേണമെങ്കിലും നമുക്ക് ലിമിറ്റ് എടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനും മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനും. ഇഫ് ടു ഈച്ച് വാല്യൂ ഓഫ് ഇസഡ് എഫ് ഓഫ് ഇസഡ് ഹാസ് ഓൺലി വൺ വാല്യൂ ദെൻ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് സെഡ് ടു ബി സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് ഇസഡിനുള്ള ഓരോ വാല്യൂവിനും നമുക്ക് എഫ് ഓഫ് ഇസഡ് ഒറ്റയൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ if to each value of z w of f of z has more than one value then function f of z is said to be multivalued function. അതായത് ഈച്ച് വാല്യൂ ഓഫ് ഇസഡിന് മോർ ദാൻ വൺ വാല്യൂ നമുക്ക് എഫ് ഓഫ് ഇസഡ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
നമ്മൾ നേരത്തെ നോക്കിയ 1 വാല്യൂ മോർ വാല്യൂവിൻ്റെ എക്സാമ്പിളിൽ അതാണ് നമ്മുടെ സിംഗിൾ വാല്യൂ മൾട്ടി വാല്യൂവിൻ്റെ എക്സാമ്പിൾ. അപ്പം സിംഗിൾ വാല്യൂയുടെ എക്സാമ്പിൾ പറയുമ്പോൾ W=1/Z, മൾട്ടി വാല്യൂയുടെ എക്സാമ്പിൾ പറയുമ്പോൾ W=√Z. ഇവിടെ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ x1 നമ്മൾ കൊടുക്കുമ്പോൾ W2 എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വാല്യൂ ആണ് കിട്ടുന്നത്. മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ നോക്കുമ്പോൾ x1 കൊടുക്കുമ്പോൾ നമുക്ക് 2 വാല്യൂസ് W2ഉം W3യും കിട്ടുന്നുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ലെറ്റ് W of f of z be a single valued function of the variable z is equal to x plus iy. Then the derivative of W is equal to f of z is defined to be d by dz of W is equal to f dash of z is equal to limit delta z tends to 0 f of z plus delta z minus of f of z by delta z, provided the limit exists and has the same value for all the different ways in which delta z approaches to 0. ഇവിടെ പറയുന്നത് നമ്മൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് വേരിയബിൾ ആണ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ, എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് ദി കോംപ്ലക്സ് ഫംഗ്ഷൻ, പിന്നെ ഡെൽറ്റ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ദി കോംപ്ലക്സ് വേരിയബിൾ. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് ദി ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഹാസ് ദി സെയിം വാല്യൂ ഫോർ ഓൾ ദി ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഡെൽറ്റ ഇസഡ് അപ്രോച്ചസ് ടു 0. അതായത് ആ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ ഡെൽറ്റ ഇസഡ് 0 അപ്രോച്ച് ചെയ്യുന്ന എല്ലാ ഡയറക്ഷനിലും, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലിമിറ്റ് 0 അപ്രോച്ച് ചെയ്യാൻ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലിമിറ്റ് 0 ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ ഡയറക്ഷനിലൂടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താലും നമുക്ക് സെയിം വാല്യൂ തന്നെ ആൻസർ കിട്ടണം. ഇവിടെ ലിമിറ്റ് ഡെഫിനിഷൻ ഓഫ് എ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ +2 നോക്കിയിട്ടുള്ള ഇക്വേഷനാണ്. അവിടെ എക്സിന് പകരം ഇസഡ് കൊടുത്തു, അതുപോലെ എച്ചിന് പകരം ഡെൽറ്റ ഇസഡ് കൊടുത്തു. ആ ഒരു ചേഞ്ച് വരുത്തിയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയേക്കുന്നത്. അനലിറ്റിക് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് വിച്ച് ഈസ് സിംഗിൾ വാല്യൂഡ് ആൻഡ് പൊസസസ് എ യുണീക്ക് സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓഫ് എ റീജൻ ആർ. അതായത് ഒരു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു ആർ എന്ന് പറഞ്ഞ റീജിയനിലുള്ള സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു യുണീക്ക് ആൻസർ ആയിരിക്കണം കിട്ടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കതിനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. പിന്നെ അനലിറ്റിക് ഫംഗ്ഷന് നമുക്ക് വേറെ 2 പേരും കൂടെ ഉണ്ട്. അത് റെഗുലർ ഫംഗ്ഷനും ഹോളോമോർഫിക് ഫംഗ്ഷൻ. പിന്നെ എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് എവരിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ഈസ് നോൺ ആസ് എൻറ്റയർ ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആണെങ്കിൽ നമുക്കതിനെ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. പിന്നെ എ പോയിൻറ്റ് അറ്റ് വിച്ച് ദ അനലിറ്റിക് ഫംഗ്ഷൻ സീസസ് ടു പൊസസ് എ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് സിംഗിൾ പോയിൻറ്റ്. അതായത് ഇപ്പോൾ നമുക്കൊരു അനലിറ്റിക് ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ ഡെറിവേറ്റീവ് കാണിക്കുന്നില്ലെങ്കിൽ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് സിംഗിൾ പോയിൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ നെസസറി കണ്ടീഷനും സഫിഷ്യൻറ്റ് കണ്ടീഷനും നോക്കാം. താങ്ക് യു.